ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരു ചെറിയൊരു ഡബ്ബിൽ ഒരു ഗപ്പിക്കുളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലുതൊന്നുമല്ല, ചെറുത് കേട്ടോ. അപ്പം ഞാൻ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വലുതായിട്ടൊന്നുമില്ല, കുഞ്ഞതാണ് കേട്ടോ. ഗൈസ്, നമ്മളിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ് എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ചെളി നിറച്ചു കൊടുത്തു. വീട്ടിൽ നിന്ന് തന്നെയുള്ള ചെളിയാട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് മണൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു. നല്ല ഇതായിട്ട് പ്രസ് ചെയ്തൊക്കെ വെച്ച് കൊടുത്തു. അപ്പോഴാണെങ്കിൽ നമുക്ക് ആ ചെളി പുറത്തേക്ക് വരത്തില്ല, വെള്ളം ഒഴിക്കുമ്പോൾ കലങ്ങത്തില്ല. അതുകൊണ്ട് നല്ലോണം മണലിട്ടിട്ട് അത് പയ്യെ കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെറ്റായിട്ടിരുന്നതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു പ്ലാന്റാണ് അതെടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മീൻ കുഞ്ഞൊക്കെ ഇടുമ്പോൾ കുഞ്ഞു മീൻ ഒളിഞ്ഞിരിക്കാൻ വേണ്ടി ചില വലിയ മീനുകൾ കുഞ്ഞു മീനെ തിന്നുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതുങ്ങൾക്ക് ഒളിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെടികൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട്ടിലെ അക്വേറിയത്തിൽ കുറേ കല്ലുകൾ ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കല്ലെടുത്തിട്ട് ഞാനിങ്ങനെ അതിന് ചുറ്റും ഇട്ട് കൊടുത്തു. നല്ല രസമായിട്ടോ, ഇട്ട് വന്നപ്പോൾ തന്നെ നല്ല രസം. ആ ഒരു ബ്ലൂ കളർ ടബും പിന്നെ പച്ച കളറും പിന്നെ കളറുള്ള ആ ഒരു കല്ലുകളും ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഈ വീഡിയോ ഇങ്ങനെ പറയുന്നേക്കാളും നല്ലത് നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അത് നമ്മൾ നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനെ എൻ്റെ കല്ലൊക്കെ ഞാൻ ഒരുവിധം സെറ്റ് ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഒഴിക്കാനായിട്ട്, അപ്പോൾ ചെളി കലങ്ങാതെ നമ്മൾ മെല്ലെ ഒഴിച്ചു കൊടുക്കണം. കുത്തനെ നമ്മൾ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. പയ്യെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് പയ്യെ ഇങ്ങനെ ഒഴിച്ച് വെള്ളം കലങ്ങാത്ത രീതിയിൽ നമ്മൾ പതിയെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ വെള്ളവും കൂടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി നന്നായിട്ട് അറിയാൻ പറ്റും. ഞാനിവിടെ എടുത്തത് 2 ബക്കറ്റ് വെള്ളമാണ് കേട്ടോ. കാരണം ഫുള്ളായിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഒരു 3/4 പാത്രം എന്ന് പറയാം, അത്രേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കാരണം ചിലപ്പോൾ മീനെങ്ങാനും താഴെ എങ്ങനെ തെറിച്ച് വന്നാലോ, അതുകൊണ്ട് ഞാൻ ഒരു 3/4 ഭാഗം എടുത്തുള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ ചുറ്റിലും വരുന്ന പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലീൻ വെള്ളമായിരുന്നു. ഈ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ കല്ലുപ്പ് ഇടണം. ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. അത് പക്ഷേ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ആ കല്ലുപ്പൊക്കെ ഇട്ട ശേഷം വെള്ളം കുറച്ച് നേരം നമ്മൾ വെക്കണം. ഇപ്പോൾ രാവിലെയാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നില്ലേ പിറ്റേ ദിവസം രാവിലെ മീനിടുക, അല്ലെങ്കിൽ വൈകിട്ടത്തേക്ക്. ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് മീനിട്ടത് കേട്ടോ. ആ മീനൊക്കെ നമ്മൾ ഇടുന്ന ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു പ്ലാസ്റ്റിക് അക്വേറിയത്തിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയൊരു പ്ലാന്റ് ഞാൻ മേടിച്ചായിരുന്നു. പ്ലാസ്റ്റിക്കാണ്, അതും ഞാൻ വെച്ച് കൊടുത്തു. ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ, എന്തായാലും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതല്ലേ. പിന്നെ ആ മീനൊക്കെ എടുത്ത് പിറ്റേ ദിവസമാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതുങ്ങൾ നല്ല സുഖമായിട്ട് അടിച്ച് പൊളിച്ച് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ തീറ്റയാട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ക്യാമറയും കൊണ്ട് നിൽക്കുന്നതൊക്കെ അവന്മാർ കാണുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ മീൻതൊട്ടികൾ, അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു ഓൾ.